തന്നെ ഒരു സമരം തുടങ്ങുക. ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ അയ്യോ ഞാൻ പട്ടിണി കിടന്ന് തട്ടിപ്പോകുമേ എന്ന് വന്ന് നിലവിളിക്കുക. എന്നെ ഒന്ന് വന്ന് രക്ഷിക്കാൻ സർക്കാരിനോട് പറയണേ എന്ന് കാണിച്ച് സ്വന്തം വക്കീലിനെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുക. എന്നിട്ട് പോലീസ് വന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ നോക്കുമ്പോൾ അയ്യോ ജനാധിപത്യം മരിച്ചേ, എന്നെ പിച്ചി മാന്തി എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് ലൈവായി നിലവിളിക്കുക. എന്തൊരു ത്യാഗം, എന്തൊരു പോരാട്ട വീര്യം! ലോക സമര ചരിത്രത്തിലെ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട, ഓസ്കാർ വരെ കിട്ടേണ്ട ഒരു മഹാനിരാഹാര നാടകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്വന്തം സോനം വാങ്ചുക്ക് നടത്തിയത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് തനിക്കൊട്ടും രാഷ്ട്രീയമില്ലെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വിശുദ്ധം ചമയുന്ന ഇതേ വാങ്ചുക്കിന്റെ സമരവേദിയിൽ പിന്നെ എങ്ങനെയാ SFIയും ASFിൻ്റെയൊക്കെ കൊടികൾ ഉയർന്നത്? നീറ്റ് പരീക്ഷയുടെ സുതാര്യത ചർച്ച ചെയ്യേണ്ട സമരവേദിയിൽ എങ്ങനെയാണ് പെട്ടെന്ന് അല്ലാഹു അക്ബർ വിളികളും വിഘടനവാദ ചുവയുള്ള പാട്ടുകളും ഡാൻസും ആഘോഷങ്ങളും ഒക്കെ അരങ്ങേറിയത്? ഒരു വശത്ത് വിദ്യാർത്ഥി സ്നേഹത്തിന്റെ മുഖം മൂടി, മറുവശത്ത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നോക്കുന്ന ഇടത് വിഘടനവാദ ചേരികളുടെ ഒരു ഒന്നാം തരം കുത്തരങ്ങ്. ഈ ഹൈ വോൾട്ടേജ് നാടകത്തിന് പിന്നിലെ കള്ളക്കളികളും ഈ സമര കോമഡിയുടെ അണിയറ രഹസ്യങ്ങളും ഇന്ന് നമ്മൾ വള്ളിപുള്ളി വിടാതെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി തന്നെ പരിശോധിക്കാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും രാജ്യത്ത് നടക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നീറ്റ് പരീക്ഷ എഴുതിയ പാവം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ പട്ടിണി കിടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച് സോനം വാങ്ചുക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നു. ആദ്യം തന്നെ വാങ്ചുക്കിനോട് ചോദ്യം ചോദിക്കട്ടെ. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചോ നീറ്റ് പരീക്ഷയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ തനിക്ക് എന്തെങ്കിലും കൃത്യമായ ധാരണയുണ്ടോ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്ന ഒരു പരീക്ഷയെയും അവരുടെ വൈകാരികമായ അവസ്ഥയെയും സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. രാജ്യത്ത് എവിടെയൊക്കെ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ സ്വന്തം സമരത്തിലേക്ക് വലിച്ചിഴച്ച് അന്താരാഷ്ട്ര തലത്തിൽ മൈലേജ് കൂട്ടുക. ഫണ്ടിങ് പിന്നെ ഇഷ്ടം പോലെ കിട്ടുന്നത് കൊണ്ട് എല്ലാം സുഖമാണ്. വിദ്യാർത്ഥികളുടെ തോളിൽ തോള് വെച്ച് സർക്കാരിന് വെടിവെക്കാൻ നോക്കുന്ന ഈ തറവേലയെ അതിനെയാണോ നമ്മൾ രാഷ്ട്രീയമില്ലാത്ത സമരമെന്ന് വിശേഷിപ്പിക്കേണ്ടത്? കഷ്ടം തന്നെ. ഇതിലും വലിയൊരു പരിഹാസം വേറെയുണ്ടോ? ഈ സമരത്തിൽ ഒട്ടും രാഷ്ട്രീയമില്ല, ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് വാങ്ചുക്കും അദ്ദേഹത്തിന്റെ കോക്രോച്ച് പടയും ആവർത്തിച്ചു പറയുന്ന അതേ സമയത്താണ് ഡൽഹിയിലെ ഇവരുടെ സമരപന്തലിലേക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനകളായ SFIയും ASF ഒക്കെ ഇരച്ചു കയറുന്നത്. ക്യാമ്പസുകളിൽ അക്രമവും അരാജകത്വവും മാത്രം ശീലമാക്കിയ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ കൂട്ടർക്ക് എപ്പോഴാണാവോ നീറ്റ് പരീക്ഷയുടെ സുതാര്യതയിൽ ഇത്രയും വലിയ താല്പര്യം ഉണ്ടായത്? നമുക്കും വേണം നീറ്റ് പരീക്ഷയിൽ സുതാര്യത. എന്നാൽ വാങ്ചുക്കിന് ചുറ്റും ഈ ചുവപ്പ് കൊടികളും മുദ്രാവാക്യം വെടികളും വിപ്ലവ ഗാനങ്ങളൊക്കെ പാടി ആഘോഷിക്കുമ്പോൾ വാങ്ചുക്ക് അത് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ക്യാമറ വരുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലേ എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്. നീറ്റ് എഴുതിയ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മറിച്ച് സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയുള്ള വാങ്ചുക്ക് എന്ന പരിസ്ഥിതിവാദിയെ ഇവരൊരു കരുവാക്കുകയായിരുന്നു. വാങ്ചുക്കിനാണെങ്കിൽ ഒരു പബ്ലിസിറ്റിയും വേണം. ഇതൊരു ആസൂത്രിത രാഷ്ട്രീയ സഖ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇതിനെല്ലാം പുറമെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും. ലക്ഷക്കണക്കിന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടങ്ങുന്ന പാവപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമരവേദിയിൽ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലിരുന്ന് അല്ലാഹു അക്ബർ വിളികൾ മുഴങ്ങുന്നു. പാട്ടും നരുധവും ആഘോഷങ്ങളുമായി ആകെ കൂടിയൊരു മേളപ്പറമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നീറ്റ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്ന ഗൗരവമേറിയൊരു നിരാഹാര സമരമാണോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നത്? അതോ എന്തെങ്കിലും രീതിയിലുള്ള മതപരമായ ഒത്തുചേരലോ ഉത്സവങ്ങളോ മറ്റോ ആണോ? വിദ്യാർത്ഥികളുടെ പരീക്ഷാ പ്രശ്നങ്ങൾക്ക് മതപരമായ മുദ്രാവാക്യങ്ങളുമായി എന്താണ് ബന്ധം? ഇതിലും വർഗീയത കലർത്തുക. അവിടെയാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട പുറത്തു വരുന്നത്. വിദ്യാർത്ഥി സ്നേഹം വെറും ഒരു ലേബൽ മാത്രം. അതിൻ്റെ മറവിൽ ചില ഗ്രൂപ്പുകളെയും തീവ്ര ചിന്താഗതിക്കാരെയും അണിനിരത്തി രാജ്യത്തെ വലിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക. ഇത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. മുൻപ് നടന്ന പല സമരങ്ങളുടെയും മറവിൽ നടന്നതുപോലെയുള്ള ഒരു കള്ളക്കളി ഇവിടെയും പ്ലാൻ ചെയ്തു. പക്ഷെ ജനങ്ങൾ ഇത് ലൈവായി തിരിച്ചറിഞ്ഞു. ഇത്രയൊക്കെ ആളെ കൂട്ടി ചാനലുകാരെ വിളിച്ച് ബഹളം വെച്ചിട്ടും ഭാരത സർക്കാർ ഇവരുടെ ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിന് മുന്നിൽ വഴങ്ങിയില്ല. സർക്കാർ കട്ടയ്ക്ക് നിന്നപ്പോൾ നമ്മുടെ സമരസിംഹത്തിന്റെ ഉള്ളിലെ ഭയം പുറത്തു വന്നു. എങ്ങാനും പട്ടിണി കിടന്ന് ഞാൻ ചത്താലോ? സമരം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികളോ പൊതുജനങ്ങളോ ഈ നാടകം ഏറ്റെടുക്കാതെ വന്നപ്പോൾ ഇങ്ങനെ പോയാൽ ആരും അറിയാതെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അവർ അടുത്ത ഹൈപ്പർ നാടകം അങ്ങോട്ട് ഇറക്കി. അവരായി തുടങ്ങി വെച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഒരു അന്തസ്സുള്ള വഴിയില്ലാതെ വന്നപ്പോൾ അവർ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ സ്വന്തം വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അതും വാങ്ചുക്കിന്റെ സ്വന്തം വക്കീൽ അഡ്വക്കേറ്റ് രാകേഷ് കുമാർ.
ഹർജിയിലെ ഉള്ളടക്കം കേട്ടാൽ ഏത് കൊച്ചുകുട്ടിയും ഒന്ന് കാർക്കിച്ചങ്ങോട്ട് തുപ്പും. സോനം വാങ്ചുക് നിരാഹാരം കിടക്കുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അയാൾ ചത്തുപോകും. അതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഒന്ന് അടിയന്തരമായി ഉത്തരവിടണമെന്ന്. എന്തൊരു അന്താരാഷ്ട്ര ദുരന്തമാണിത്, ചിന്തിച്ചു നോക്കൂ. സ്വന്തം ഇഷ്ടപ്രകാരം പട്ടിണി കിടന്നിട്ട് സമരം പാളിയപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കി ഈ സമരത്തിൽ നിന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് എൻ്റെ ജീവനൊന്ന് കാക്കണേ എന്ന് കോടതിയുടെ കാല് പിടിച്ച് യാചിക്കുകയാണ്. കോടതി ഒരു ഉത്തരവ് വിട്ടാൽ കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമരം നിർത്തുന്നു, അല്ലാതെ എനിക്ക് പേടി ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി, അതാണ് ഇവരുടെ ഈ കുരുട്ടുബുദ്ധി. കോടതിയിൽ വക്കീൽ വഴി ഞാൻ ചത്തുപോകുമേ എന്ന് കരഞ്ഞതുകൊണ്ട് സ്വാഭാവികമായും കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘവും പോലീസും വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി സമരസ്ഥലത്തെത്തി. കാരണം വക്കീൽ പറഞ്ഞത് വാങ്ചുക്കിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് നടപടി എടുക്കേണ്ടി വരുമല്ലോ. ഒരു പൗരൻ്റെ ജീവൻ കാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ദൗത്യമാണ്. എന്നാൽ പോലീസ് അവിടെ എത്തിയപ്പോൾ അടുത്ത തിയേറ്റർ നാടകമാണ് ആരംഭിച്ചത്. കോടതിയിൽ വക്കീൽ കൊടുത്ത ഹർജിയുടെ കാര്യം പുറത്തറിഞ്ഞാൽ നാണക്കേടാണല്ലോ. അതുകൊണ്ട് പോലീസ് തങ്ങളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഇവർ കിടന്നങ്ങട് മെഴുകി. അയ്യോ, ഡൽഹി പോലീസ് എന്നെ പിച്ചി മാന്തി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില സമരക്കാർ ക്യാമറയിലേക്ക് നോക്കി നിലവിളിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ അഭിജിത്തൊക്കെ അതിന് മുമ്പിൽ തന്നെയുണ്ട്. വക്കീലിനെ വിട്ട് കോടതിയിൽ പോയി യാചിച്ചതും ഇതേ ആളുകൾ തന്നെയാണ്. പോലീസ് രക്ഷിക്കാൻ വരുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് ഓവർ ആക്ടിങ് നടത്തുന്നതും ഇതേ ആളുകൾ തന്നെ. കുമ്പിടിയാണ് കുമ്പിടി. അവിടെ കണ്ടതും ഇവിടെ കണ്ടതും സെയിം. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടത്തി നീറ്റ് പരീക്ഷയുടെ മറവിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ നോക്കി ഇവരുടെ തന്ത്രം ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ വൻ ചിരി വിരുന്നായി മാറി. അവസാനം എന്തായി? വലിയ വിപ്ലവം പ്രഖ്യാപിച്ചവർ അങ്ങോട്ട് പോയി കോടതിക്ക് മുന്നിൽ മുട്ടുകുത്തി കീഴടങ്ങി സമരം സ്വയം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇത്രയും ദയനീയമായൊരു കീഴടങ്ങൽ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവർ പൊടിയും തട്ടി സുരക്ഷിതമായി സ്വന്തം എയർ കണ്ടീഷൻ മുറികളിലേക്ക് മടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇവർ അടുത്ത കോമഡിയുമായി വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങളുടെ സമരം വൻ വിജയമായിരുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടി എന്നൊക്കെ പറഞ്ഞ് വിജയാഘോഷവും റാലികളും ഇവർ നടത്തിയേക്കാം. ആരെ പറ്റിക്കാനാണ്? എന്തായാലും നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്തത് എന്തെങ്കിലും വേണ്ടേ? എന്തായാലും സ്വന്തം സമരം അവസാനിപ്പിക്കാൻ കോടതിയിൽ പോയി യാചിച്ചവരാണ് വിജയാഘോഷം നടത്താൻ പോകുന്നത്. നീറ്റ് പരീക്ഷ എഴുതിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളെയും ആശങ്കകളെ വിറ്റ് കാശാക്കാൻ നോക്കുന്ന ഇത്തരം ജീവികൾ രാജ്യത്തിന് വലിയൊരു ഭീഷണിയാണ്. ശരിക്കും പാറ്റകൾ തന്നെ ഹിറ്റടിച്ചോടിക്കണം. വിദ്യാർത്ഥി സ്നേഹത്തിൻ്റെ മുഖംമൂടിയും പൗരബോധത്തിൻ്റെ ലേബലും ഒട്ടിച്ചു വന്ന് ഒടുവിൽ SFIക്കാരെയും അല്ലാഹു അക്ബർ വിളിക്കുന്ന തീവ്ര മുദ്രാവാക്യക്കാരെയും കൂട്ടുപിടിച്ച് നടത്തിയ ഈ നാടകം പാളിയപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇവരെ നോക്കി പരിഹസിക്കുകയാണ്. വല്ല പണിക്കും പോയിക്കൂടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.